മൊസാംബിക്കിലെ ബോട്ട് അപകടത്തിൽ കാണാതായ കൊല്ലം സ്വദേശി ശ്രീരാഗ് രാധാകൃഷ്ണന്റെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹം തിരിച്ചറിഞ്ഞതായി കുടുംബത്തിന് ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ക്രൂ ചേഞ്ചിനിടെ ശ്രീരാഗ് ഉൾപ്പെടെ കടലിൽ വീണത്. എറണാകുളം പിറവം സ്വദേശി ഇന്ദ്രജിത്തും അപകടത്തിൽപ്പെട്ടിരുന്നു. കഴിഞ്ഞയാഴ്ചയാണ് സംഭവമുണ്ടായത്. മൊസാംബിക് ബോട്ട് അപകടത്തിലാണ് മരിച്ചത്. ക്രൂ ചേഞ്ചിനിടെ കപ്പലിൽ ജോലി ചെയ്യുന്ന 2 മലയാളികളാണ് അപകടത്തിൽപ്പെട്ടത്. ക്രൂ ചേഞ്ച് നടക്കുന്നതിനിടെ കടലിൽ വീഴുകയായിരുന്നു. ഇപ്പോൾ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി, കൊല്ലം സ്വദേശിയായ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ലിജോ റോളൻസ് ചേരുന്നുണ്ട്. ലിജോ, എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത്? ധന്യ, ഈ മാസം 16-ാം തീയതിയാണ് ക്രൂ ചേഞ്ചിനിടെ മൊസാംബിക്കിൽ ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകുന്നത്. മൊസാംബിക്കിലെ ബെയ്റ തുറമുഖത്തുണ്ടായ അപകടത്തിലാണ് ആ കപ്പലിൽ ഉണ്ടായിരുന്ന 21 പേർ അപകടത്തിൽപ്പെട്ടത്. അതിൽ 16 പേരെ രക്ഷപ്പെടുത്തുകയും 5 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മലയാളികളായ 2 പേരുണ്ടായിരുന്നു. ഒന്ന് കൊല്ലം തേവലക്കര സ്വദേശിയായിട്ടുള്ള ശ്രീരാഗ് രാധാകൃഷ്ണനായിരുന്നു. മറ്റൊന്ന് എറണാകുളം പിറവം സ്വദേശിയായിട്ടുള്ള ഇന്ദ്രജിത്താണ്. ഇതിലാണ് ചില മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിൽ ഒരെണ്ണം കൊല്ലം തേവലക്കര സ്വദേശിയായിട്ടുള്ള ശ്രീരാഗിന്റേതാണ് എന്നുള്ളൊരു ഔദ്യോഗിക അറിയിപ്പ് ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. ഷിപ്പിംഗ് ഡയറക്ടർ ജനറലിന്റെ അധികൃതർ ഇത്തരത്തിൽ സ്ഥിരീകരിച്ച വിവരം അറിയിച്ചതായി NK പ്രേമേന്ദ്രൻ MPയുടെ ഓഫീസ് അറിയിച്ചു. കുടുംബത്തെയും ഈ വിവരം കൈമാറിയിട്ടുണ്ട്. ഇപ്പോൾ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ഒരു ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്നതിന് ശേഷം, അതായത് ഒരാഴ്ച മുൻപ് വരെ വീട്ടിൽ നിന്നതിന് ശേഷം ഈ തരത്തിൽ ക്രൂ ചേഞ്ച് വന്ന സമയത്ത് മടങ്ങിപ്പോയതായിരുന്നു ഈ ശ്രീരാഗ് രാധാകൃഷ്ണൻ. കുടുംബമാകെ വിഷമത്തിലാണ്. ഇപ്പോൾ ബന്ധുക്കളോട് നേരത്തെ സംസാരിച്ചപ്പോൾ പോലും അവർക്കൊന്നും എങ്ങനെയാണ് ഈ ഒരു അവസ്ഥ കടന്നു പോകുന്നതെന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. എന്തായാലും ഇനി കണ്ടെത്താനുള്ളത് എറണാകുളം സ്വദേശിയായിട്ടുള്ള ഇന്ദ്രജിത്തിന്റെ മൃതദേഹം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.